ഹലോ. ഇന്ന് രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ തന്നെ കയറി. അപ്പോൾ ഒരു ഉഷാറൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച് ഒരു ചായയും ഇട്ട് കുടിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ സ്പെഷ്യൽ എന്തെന്ന് ചോദിച്ചാൽ ചിക്കൻ കറിയും പുട്ടുമാണ്. ഇവിടെ പിന്നെ ചിക്കനോ മട്ടനോ ബീഫോ എന്തായാലും അതിൻ്റെ കൂടെ പുട്ടാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇന്നും പുട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ കറിയുടെ റെസിപ്പി ഇനി ഞാനായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഞാനും വെച്ചത്. ഇന്നൊരല്പം ഗ്രേവി കൂട്ടിയാണ് കറി ഉണ്ടാക്കിയത്. കാരണം പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അത്യാവശ്യം നല്ല കറി വേണം. പണ്ട് വീട്ടിൽ ഉമ്മച്ചി ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 3 പേർക്കും 3 അഭിപ്രായമാണ്. ഒരാൾക്ക് അപ്പം ഇഷ്ടമാണെങ്കിൽ ഒരാൾക്ക് പുട്ട് ഇഷ്ടമാണ്, ഒരാൾക്ക് ദോശ. പക്ഷേ പാവം ഉമ്മച്ചി ഞങ്ങൾക്ക് അതെല്ലാം ഉണ്ടാക്കി തരും. ഇന്നിപ്പോൾ എൻ്റെ മക്കൾ എന്നോട് രണ്ടെണ്ണത്തിലുള്ള പലഹാരം ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. പക്ഷേ എൻ്റെ ഉമ്മച്ചി അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഒരുവിധം സെറ്റാക്കിയതിന് ശേഷം പുട്ടിനുള്ള മാവ് നനച്ച് പുട്ടുണ്ടാക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഈ ചേർത്ത് രമ്പയിലാണ് കേട്ടോ. ഞാനിവിടെ ഇറച്ചി ഐറ്റംസ് എന്തുണ്ടാക്കിയാലും അതിൽ ഞാൻ രമ്പയില ചേർക്കും. ഇതിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അങ്ങനെ പുട്ടും റെഡിയായി, കറിയും റെഡിയായി. അങ്ങനെ എല്ലാ പണിയും തീരുമ്പോഴത്തേക്കും മനസ്സിനൊരു വല്ലാത്ത സുഖമാണ്. അപ്പോൾ